അപ്പോ നമ്മുടെ ക്ലാസ് ഈ ജനുവരി 17, അപ്പൊ ഇന്ന് മുതൽ ഒരു 27 വരെ ആയിരിക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള സെഷൻ ഉണ്ടാവും. ഓക്കെ, സോ ജനുവരി 17 ടു 27, ഏകദേശം ഒരു 11 ഡേയ്സിൽ ചിലപ്പോൾ ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടാവും, ചിലപ്പോൾ ലീവ് ഉണ്ടാവില്ല, ചിലപ്പോൾ 11 ഡേയ്സ് കണ്ടിന്യൂസ് സ്ട്രെച്ച് ആയിരിക്കാം. ഓക്കെ, പിന്നെ സെക്കൻഡ് സെഷൻ എന്നുള്ള രീതിയിൽ ഫെബ്രുവരി 10 to 16, സോ ഇതിനിടക്കും ഏകദേശം ഒരു ഗ്യാപ്പും കൂടി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അറൌണ്ട് ഒരു 15 ഡേയ്സ് ആണ് നോർമലി ഞാൻ എടുക്കുക. സോ സംടൈംസ് ചിലപ്പോൾ 16 17 പോവാം, ഡിപെൻഡ്സ് upon നിങ്ങളുടെ കപ്പാസിറ്റി. അപ്പോ സബ്ജക്റ്റ് ശരിക്കും നമ്മളെ പേപ്പർ വരുന്നത് FM ആൻഡ് SM ആണ് അല്ലെ. അപ്പം മുമ്പ് FM-ന്റെ വെയിറ്റേജ് 60 ആയിരുന്നു. സോ ഇപ്പോ വെയിറ്റേജ് ഉള്ളത് 50 മാത്രമേ ഉള്ളൂ. സോ 50 and 50 എന്ന രീതിയിലാണ് FM-ഉം SM-ഉം ഉള്ളത്. ഓക്കെ, സോ 50-50. അപ്പൊ ഇവിടെ നമുക്ക് ചാപ്റ്റേഴ്സ് ടോട്ടൽ ആയിട്ട് 9 ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത്. നമുക്ക് SM-ൽ എത്ര ചാപ്റ്റർ ഉണ്ട്? 5 ചാപ്റ്റർ ഉള്ളൂ. കഴിഞ്ഞോ? ഒരു ചാപ്റ്ററും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോ എന്താണ് കഴിഞ്ഞിട്ടില്ലല്ലോ. ഓക്കെ, സോ ഒരു ചാപ്റ്ററും കൂടി ആയിരിക്കും അല്ലെ. സോ ഒരു 1 ഡേ കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തീരുന്നു. പക്ഷെ SM കംപ്ലീറ്റ്ലി തിയറി ആണ്. നമ്മുടെ FM എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ ആണ് മെയിൻലി. കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ ഒരു 90% അല്ലെങ്കിൽ 95% പ്രാക്ടിക്കൽ ആണ്. പ്ലസ് കുറച്ച് കാര്യങ്ങൾ മീൻസ് അതിന്റെ കോൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഒരു തിയറിറ്റിക്കൽ നോളജും കൂടി ആവശ്യമുണ്ട്. ഈ മുമ്പാണെങ്കിൽ നമ്മൾ സബ്ജക്റ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ പ്രാക്ടിക്കൽ മാത്രമേ പഠിപ്പിക്കൂ. സോ പ്രാക്ടിക്കൽ മാത്രം മതി നമുക്ക് എക്സാം സ്കോർ ചെയ്യാം. സോ മുമ്പ് ഓൾഡ് സിലബസ് വരുന്ന സമയത്ത് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 10 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 10-ൽ 2 തിയറി ചാപ്റ്റർ. അപ്പൊ തിയറി ചാപ്റ്റർ ഒഴിവാക്കിയ ബാക്കി 8 ചാപ്റ്ററിനായിരിക്കും ക്വസ്റ്റ്യൻസ് യൂഷ്വലി ചോദിക്കുക. തിയറിന്ന് ചോദിക്കാറുണ്ട്, പക്ഷെ എന്നാൽ പോലും നമുക്ക് അത് ഓപ്ഷനിലായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ 60 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും 72 മാർക്സിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നമുക്ക് ഒരു ലോട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഡ്രോപ്പിംഗ് ഓപ്ഷനിൽ നമുക്ക് എന്തുണ്ട്? തിയറി എന്നുള്ള ഒരു ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം? പ്രാക്ടിക്കൽ മാത്രം പഠിച്ചാൽ മതി. മാത്രമല്ല ഏകദേശം ഒരു 5 മാർക്സ് അല്ലെങ്കിൽ 10 മാർക്സ് ഇങ്ങനെയായിരുന്നു ഓർഡർ. 5 മാർക്കിന്റെ ഒരു 4 ക്വസ്റ്റ്യനോ പ്ലസ് 10 മാർക്കിന്റെ ഒരു 4 ക്വസ്റ്റ്യൻ. സോ 40 + 20 എന്ന രീതിയിൽ ടോട്ടൽ എത്രയായി? 60 മാർക്സ് ആയി. സോ അങ്ങനെയാണ് യൂഷ്വലി ചോദിച്ചുകൊണ്ടായിരുന്നത്. അപ്പൊ ഇപ്പോ നമ്മുടെ സബ്ജക്റ്റിന്റെ 50-50 മാത്രം ആക്കിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത്തത് MCQ കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. സോ MCQ കൂടി വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ 5 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവരെന്ത് ചെയ്യും? ചെറുതായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും ചോദിക്കാൻ ചാൻസ്. ഈവൻ നമ്മൾ ടാക്സിലൊക്കെ പഠിക്കുന്ന പോലെ. സോ ഒരു ക്വസ്റ്റ്യന്റെ സ്റ്റാർട്ടിങ് കിട്ടി ഇപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടാവുക. അപ്പൊ അതില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ സെക്കൻഡും തേർഡും ഫോർത്തും ഒക്കെ കറക്റ്റ് ആയി പോകുള്ളൂ. അപ്പൊ അങ്ങനെ കണക്റ്റഡ് ആയിട്ട് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ ഏകദേശം ഒരു എങ്ങനെയാണ് ഓർഡർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോ 50-50 തന്നെ എക്സാക്ട്ലി വരണമെന്നുള്ളത് നമുക്ക് ഉറപ്പൊന്നുമില്ല. മേ ബി ചിലപ്പോൾ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ് MCQ ആണെങ്കിലും അതേപോലെ 30% ആണ് MCQ. സോ MCQ എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. സോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് 30 മാർക്കിന് 30 എന്ത് ചെയ്യാം? അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ ചിലപ്പോൾ 2 മാർക്കിന് MCQ ആവാം, 1 മാർക്കിന് MCQ ആവാം. സോ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സബ്ജക്ട് കുറച്ചും കൂടി കണക്റ്റഡ് ടു നമ്മളെ ഫൗണ്ടേഷൻ ലെവലിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നുള്ള പേപ്പർ ഉണ്ട്. അപ്പൊ ഏകദേശം ആ ഒരു രീതി അപ്രോച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പോലെ ഇപ്പൊ കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ടല്ലോ. വേറൊരു സബ്ജക്റ്റിലേക്ക് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റിംഗിലേക്ക് നമുക്ക് കുറച്ചൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അതായത് അതെങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുക, ആ ഒരു രീതിയിൽ മീൻസ് പ്രോബ്ലംസ് എന്ന രീതിയിലാണ് കുറച്ച് ലോജിക് യൂസ് ചെയ്യുക, പ്രോബ്ലംസ് ചെയ്യാം. അക്കൗണ്ട്സ് പോലെയല്ല, കുറച്ചും കൂടി എന്താ പറയുക, ലോജിക് യൂസ് ചെയ്ത് അക്കൗണ്ട്സ് മീൻസ് കോസ്റ്റിംഗ് പോലെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു സബ്ജക്റ്റ് ഒക്കെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആ ഒരു രീതിയിൽ വേണം ഈ ഒരു സബ്ജക്ട് അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ടോട്ടൽ ആയിട്ട് ചാപ്റ്റേഴ്സ് 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഇപ്പൊ ഞാൻ ചാപ്റ്ററിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞുതരാം. സി വാട്ട് ഇസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. നോക്കാം, ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫിനാൻസ് മീൻസ് പൈസ അല്ലെ. സോ ഫിനാൻസ് മീൻസ് മണി, അല്ലെങ്കിൽ റിസോഴ്സസ് എന്ന് പറയാം. ഓക്കെ, മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, സോ സബ്ജക്ട് ഡീൽസ് വിത്ത് കൺട്രോളിങ് ഓഫ് മണി. ഓക്കെ, സോ പൈസനെ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സബ്ജക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പോ ബാലൻസ് ഷീറ്റ് എടുക്കാം. ഇപ്പൊ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഞാനൊരു T ഫോമിൽ കാണിച്ചു തരാം. ഓക്കെ, എന്തൊക്കെ ലയബിലിറ്റി സൈഡിൽ വരാൻ ചാൻസ് ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. എന്തൊക്കെ വരാം? ഓക്കെ, സോ ഒന്ന് ക്യാപിറ്റൽ അല്ലെ. സോ കമ്പനിയുടെ പോയിന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. അതേപോലെ പ്രിഫറൻസ്,
ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവും. ഓക്കെ, പിന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടാവൂലേ അല്ലെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉണ്ടാവും. പിന്നെ ബോറോയിങ്സ് ഉണ്ടാവും. സോ ബോറോയിങ്സ് എന്ന് പറയുമ്പോൾ ചിലപ്പോ ഡിബെഞ്ചർ ആവാം അല്ലെ, സോ ഡിബെഞ്ചർ ആവാം അല്ലെങ്കിൽ ലോൺ ആവാം. സോ ഡെപ്റ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് ലോങ് ടേം ആയിട്ടുള്ള ലയബിലിറ്റീസ്. ക്ലിയർ അല്ലേ? ലോങ് ടേം ലയബിലിറ്റീസ് ഇതൊക്കെയാണ് വരാൻ ചാൻസ്. ഇനി ഇപ്പുറത്തെ സൈഡിൽ മീൻസ് ലോങ് ടേം ആയിട്ടുള്ള അസറ്റ്സ് എന്ന രീതിയിൽ എന്തൊക്കെ വരാം? സോ മെയിൻ ആയിട്ട് വരുന്ന എന്തായിരിക്കും അല്ലെ, ഫിക്സഡ് അസറ്റ് അല്ലേ വരും. ഓക്കെ, സി നമ്മള് ഈ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ടിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആയിക്കോട്ടെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിക്കോട്ടെ, ഡെപ്റ്റ് ആയിക്കോട്ടെ. സി ഇപ്പൊ ഇക്വിറ്റി ഷെയർസ് ആണെങ്കിലും പ്രിഫറൻസ് ഷെയർ ആണെങ്കിലും നമ്മൾ ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ കളക്ട് ചെയ്യാണ്. നമ്മൾ വി ആർ റേസിംഗ് ദ എമൗണ്ട് ഫ്രം സംവൺ. മനസ്സിലായോ? നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, പുറത്തുനിന്ന് ആൾക്കാരുടെ അടുത്ത് നിന്ന് പൈസ റേസ് ചെയ്യാം. ഓക്കെ, ആ റേസ് ചെയ്ത പൈസ, സോ അത് എങ്ങനെയൊക്കെ റേസ് ചെയ്യാം? ഒന്ന് ഇക്വിറ്റി ആവാം, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ആവാം, അല്ലെങ്കിൽ ഓൾറെഡി കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയ പ്രോഫിറ്റ് വെച്ചിട്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഡെപ്റ്റ് വെച്ചിട്ടാവാം. സോ ഇങ്ങനെ പല സോഴ്സസ് ഓഫ് ഫണ്ടിൽ നിന്നും നമുക്ക് പൈസ എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ പല സോഴ്സ് ഓഫ് ഫണ്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്, പൈസ കളക്ട് ചെയ്യണം. ഈ കളക്ട് ചെയ്ത പൈസ നമ്മൾ കൊണ്ടുപോയിട്ട് കുറച്ച് സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താ പറയാ, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള പ്ലേസസിൽ നിന്നും പൈസ കളക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസസിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള പ്ലേസസിൽ നിന്നും പൈസ കളക്ട് ചെയ്യാം, എന്നിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്ലേസസ് കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതാണ് മെയിൻ തിങ്. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, റിസർവ്സ് ആൻഡ് സർപ്ലസ് ആയിക്കോട്ടെ, ഡെപ്റ്റ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും, പൈസ കളക്ട് ചെയ്യും. ഓക്കെ, പൈസ കളക്ട് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ട് ഒന്നെങ്കിൽ ഫിക്സ്ഡ് അസറ്റിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റിലൊക്കെ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? സോ ഫിക്സ്ഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി വേറെ എന്തൊക്കെ വരാം? ഇപ്പൊ ലയബിലിറ്റി സൈഡിൽ വരാൻ ചാൻസ് ഉള്ള എന്താ? കറന്റ് അസറ്റ് വരാം, സോറി കറന്റ് ലയബിലിറ്റി വരാം, ഇപ്പർ സൈഡിൽ കറന്റ് അസറ്റ്സ് വരും. ക്ലിയർ അല്ലേ? സോ കറന്റ് അസറ്റ്സ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ ടോട്ടലി ഒരു ബാലൻസ് ഷീറ്റിന്റെ ഫോം ഇങ്ങനെ വരുന്നത്. സോ ലോങ് ടേം ലയബിലിറ്റീസ് ഉണ്ട്, ഇപ്പുറത്ത് നമ്മൾ ഫിക്സ്ഡ് അസറ്റിലും അതേപോലെ ഇൻവെസ്റ്റ്മെന്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ സൈഡിൽ എന്തുണ്ട്? കറന്റ് ലയബിലിറ്റീസ് ഉണ്ട്, അതേപോലെ കറന്റ് അസറ്റ്സും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നോക്ക്, നമ്മള് ഈ പറഞ്ഞ എവിടുന്നാണോ പൈസ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുക, ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെ നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയും. ഞാനെല്ലാം നോട്ട് നിങ്ങൾക്ക് എഴുതിപ്പിച്ചു തരാം. ഓക്കെ, സോ നോ പ്രോബ്ലം. നിങ്ങൾ ലെക്ചർ നോട്ട് ഇപ്പൊ തന്നെ എഴുതണമെന്നൊന്നും ആവശ്യമില്ല, ഞാൻ എന്തായാലും പറഞ്ഞിട്ട് എഴുതാനുള്ള സമയം തരും. ഓക്കെ, സോ നോക്കുക, നമ്മൾ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് എവിടുന്നാണോ കളക്ട് ചെയ്യുന്നത്, ഓക്കെ, സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനെയാണ് എന്ത് പറയാ, ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയാം. ക്ലിയർ അല്ലേ? അതായത് നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ എനിക്കൊരു 10 ലക്ഷത്തിന്റെ ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബിസിനസ് നടത്താൻ 10 ലക്ഷം ആവശ്യമുണ്ട്. എനിക്ക് ആ 10 ലക്ഷം എങ്ങനെയൊക്കെ റേസ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഇക്വിറ്റി ഷെയർ ഇഷ്യൂ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഫിക്സ്ഡ് ആയിട്ടുള്ള ഡിവിഡൻഡ് കൊടുക്കുന്ന പ്രിഫറൻസ് ഷെയറിനെ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അതും അല്ലെങ്കിൽ എനിക്ക് ഡെപ്റ്റ് മീൻസ് ലോൺ എടുക്കാം. ഓക്കെ, സോ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പല ഓപ്ഷൻസ് എനിക്കുണ്ട്. ഇപ്പോ നിങ്ങൾക്ക് രണ്ട് സ്ഥലത്തുനിന്ന് ഓപ്ഷൻ കിട്ടാണ്. ഓക്കെ, സോ ലോണ് തരാം 10 ലക്ഷത്തിന്റെ. ഓക്കെ, 10 ലക്ഷത്തിന്റെ ലോണിൽ ഒരു 10% ആണ് ഇൻട്രസ്റ്റ് വരുന്നത് ഞാൻ. ക്ലിയർ അല്ലേ? 10 ലക്ഷമാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള എമൗണ്ട്. അവിടെ ആ ലോണിന് വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് 10%. ഓക്കെ, അതേ സമയത്ത് നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്യാം. ഓക്കെ, ഡിബെഞ്ചർ ഇഷ്യൂ ചെയ്താൽ നിങ്ങൾക്ക് ഒരു 8% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, സോ 10 lakhs ആണ് ഉള്ളത്. ശ്രദ്ധിക്കുക, 10 lakhs ആണ് ടോട്ടൽ നിങ്ങളുടെ ആവശ്യം. ഓക്കെ, നിങ്ങൾക്ക് ലോൺ എടുക്കുകയാണെങ്കിൽ എത്ര വരും? 10% ഇൻട്രസ്റ്റ് വരും. ഡിബെഞ്ചർ ഇഷ്യൂ ആണെങ്കിൽ 8% വരും. അപ്പൊ നോർമലി നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് നോക്കുന്ന സമയത്ത് ഇപ്പൊ രണ്ട് ലോൺ ആണ്. സോ കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഏതാണ് ബെനിഫിഷ്യൽ? എന്തായാലും 8% ആയിരിക്കുമല്ലോ ബെനിഫിഷ്യൽ. അപ്പൊ നമ്മൾ മാക്സിമം എന്താ വെച്ചാൽ നമ്മുടെ കോസ്റ്റ് കുറക്കാനല്ല നോക്കുക. മനസ്സിലായി? നമ്മളെ കോസ്റ്റ് എന്താ ചെയ്യാൻ നോക്കും? നമ്മൾ മാക്സിമം കുറക്കാൻ നോക്കും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഫിനാൻസിങ് ഡിസിഷൻ എടുക്കുമ്പോൾ, അതായത് എവിടുന്ന് വേണം ഫണ്ട് കളക്ട് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ കോസ്റ്റ് എന്താ, കമ്പനിക്ക് വരുന്ന കോസ്റ്റ്, ആ പൈസ റേസ് ചെയ്യുന്ന സമയത്ത് വരുന്ന കോസ്റ്റ് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കും? കുറക്കാനായിരിക്കും ശ്രമിക്കുക. ക്ലിയർ അല്ലേ? ഇപ്പോ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്ത് ഞാനിപ്പോ ഫണ്ട് കളക്ട് ചെയ്തെന്ന് വിചാരിക്കും. ഓക്കെ,
സോ ഫണ്ട് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് കൊടുക്കണം? പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണ്ടേ? ഓക്കെ, സോ പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്ക് എടുക്കാം, ഒരു 10 lakhs rupees തന്നെ എടുക്കാം. ഓക്കെ, 12% ആണ് എനിക്ക് പ്രിഫറൻസ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു. ഓക്കെ, എത്രയാണ്? 10 lakhs ഉണ്ട്, 12% പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കണം. ഓക്കെ, അപ്പോ എത്രയായിരിക്കും ഞാൻ 1 year കൊടുക്കേണ്ടി വരുന്നത്? 1,20,000 അല്ലെ? അപ്പൊ എനിക്ക് ഒരു വർഷം ഈ 10 ലക്ഷത്തിന് വേണ്ടി 1,20,000 എന്തുണ്ട്? ചെലവുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇതേ കേസ് ഞാൻ ഡിബെഞ്ചറിന്റെ കാര്യം കൂടി പറയണം. എനിക്ക് 10 lakhsന്റെ ഡിബെഞ്ചർ എടുത്താൽ 12% ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുന്ന ചെലവ് എത്രയാണ്? 1 lakh. ഓക്കെ, അപ്പൊ രണ്ട് കേസിലും ഇപ്പോ എന്റെ കോസ്റ്റ് എത്രയായിരുന്നു? കോസ്റ്റ് ഇസ് 1,20,000. സോ ഞാൻ ഈ ഡിബെഞ്ചർ എടുത്ത സമയത്തും അതേപോലെ പ്രിഫറൻസ് എടുത്ത സമയത്തും രണ്ട് സമയത്തും എന്താ വരുന്നത്? കോസ്റ്റ് ഇപ്പോൾ സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇതിൽ ഏതാണ് ബെനിഫിഷ്യൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വേറൊരു ഫാക്ടും കൂടി ഓർക്കണം. ഡിബെഞ്ചർ ഇൻട്രസ്റ്റ് ആണ് വരുന്നത്, അപ്പുറത്ത് എന്താ വരുന്നത്? ഡിവിഡൻഡ് അല്ലേ വരുന്നത്, അല്ലെ? ഒരു സ്ഥലത്ത് എന്താ വരുന്നത്? ഇൻട്രസ്റ്റ് ആണ്, മറ്റേ സ്ഥലത്ത് ഡിവിഡൻഡ്. നമ്മൾ ഇൻട്രസ്റ്റ് എപ്പോഴാ പേയ്മെന്റ് എടുക്കുക? ബിഫോർ ടാക്സ് കൊടുക്കണ്ടേ, അല്ലെ? ടാക്സ് പേയ്മെന്റ് നടത്തുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തണം. ഓക്കെ, പക്ഷെ ഡിവിഡൻഡ് നമ്മൾ പേയ്മെന്റ് നടത്തുന്നത് എപ്പോഴാണ്? ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഫോർ എക്സാമ്പിൾ തന്നെ നമ്മളിപ്പോ ഒരു 2 lakhsന്റെ പ്രോഫിറ്റ് ഉണ്ടെന്ന് വിചാരിച്ചു. EBIT കേട്ടിട്ടില്ലേ? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഓക്കെ, EBIT, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇപ്പൊ ഇന്നത്തെ എന്റെ അജണ്ട എന്ന് പറഞ്ഞാൽ ജസ്റ്റ് മൊത്തത്തിലുള്ള സബ്ജക്റ്റിന്റെ കുറെ ടേംസ് പഠിക്കാനുണ്ട്. സോ ആ ടേംസ് ഒക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഡയറക്ട്ലി ഒരു ടേം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ല. അപ്പൊ ഇന്ന് ഞാൻ കുറെ ടേംസ് ഒക്കെ പറയും. നാളെയും അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് ഇതേ ടേംസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ടേംസ് ഇപ്പൊ ഇവിടെ FM വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ടേംസും നിങ്ങൾക്ക് പുതിയതായിട്ടുള്ള ടേംസ് ആയിരിക്കും. സോ അതുകൊണ്ട് ആ പുതിയ ടേംസ് ചിലപ്പോൾ മൈൻഡിൽ ഒന്ന് സ്റ്റക്ക് ആവാൻ കുറച്ച് ടൈം എടുക്കും. ഓക്കെ, സോ ആ ഒരു ടൈം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ വീണ്ടും വീണ്ടും ആ ടേംസ് വീണ്ടും വീണ്ടും വായിച്ചുകൊണ്ടിരുന്നാലേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പൊ നോക്ക്, EBIT എന്ന് പറയുമ്പോൾ എന്താ? ഏർണിങ്സ് ബിഫോർ. ഓക്കെ, അപ്പൊ 2 lakhs ആണ് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ് എന്ന് വിചാരിക്കും. ഓക്കെ, നിങ്ങൾ ഇൻട്രസ്റ്റിന്റെ കേസ് എടുക്കുക, ഇപ്പൊ ഡെപ്റ്റിന്റെ കേസ് എടുക്കുക. ഡെപ്റ്റ് എത്രയാ പറഞ്ഞേ? 1,20,000 ഇൻട്രസ്റ്റ് വരുമല്ലോ, അല്ലെ? സോ ഞാൻ 2 lakhsന്റെ പ്രോഫിറ്റ് ഉണ്ട് എനിക്ക് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. എനിക്ക് 1,20,000 ഇൻട്രസ്റ്റ് വന്നു. സോ അങ്ങനെ ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ 1,20,000 rupees എന്റെ കയ്യിൽ നിന്ന് പോകണ്ടേ? സോ 2 lakhൽ നിന്നും 1,20,000 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര? ഓക്കെ, അപ്പൊ ഇപ്പൊ ഒരു 50% ആണ് ടാക്സ് ഉള്ളതെന്ന് വിചാരിക്കും. 50% ടാക്സ് ആണെങ്കിൽ ഇവിടെ എത്ര കുറയും? 40,000 കുറഞ്ഞ് ബാക്കി നമ്മുടെ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് വിൽ ബി 40,000. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ 2 ലക്ഷത്തിൽ നിന്ന് ഇൻട്രസ്റ്റ് 1,20,000 പോയി, ബാക്കി 80,000 എത്തി. ഓക്കെ, ആ 80,000 എനിക്ക് എന്ത് പറയാം? ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സസ്. ഇത് ഇൻട്രസ്റ്റ് അല്ലേ? അടുത്ത എന്താ? ഏർണിങ്സ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണ്. അതായത് എനിക്ക് ഇങ്ങനെ പറയാം, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ക്ലിയർ അല്ലേ? സോ EBITയിൽ നിന്നും ഞാൻ എന്ത് കുറച്ചു? ഇൻട്രസ്റ്റ് കുറച്ചു, എന്നിട്ട് EBT കിട്ടി. ക്ലിയർ അല്ലേ? സോ EBTന്ന് 50% കുറച്ച് കഴിഞ്ഞാൽ EAT കിട്ടി. EAT എത്രയാ? 40,000. ക്ലിയർ. ഇനി നേരെ മറിച്ചിട്ട് നിങ്ങൾ ഡിവിഡൻഡിന്റെ കാര്യം ആലോചിച്ചു. ഇതേപോലെ 2 lakh rupees ആണ് വരുന്നത് വിചാരിക്കും. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലല്ലോ, അപ്പൊ ടാക്സ് കൊടുക്കുമ്പോൾ ഇപ്പൊ EBT എത്ര തന്നെ വരും? 2 lakh അല്ലെ? ക്ലിയർ ആണോ? അപ്പൊ ടാക്സ് എത്ര വരും? 1. ഇവിടെ അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് 1 lakh ഉണ്ടാക്കുമ്പോ നിങ്ങൾ എത്ര കൊടുക്കണം? 1,20,000 കൊടുക്കണ്ടേ? പിന്നീടല്ലേ കൊടുക്കാം. സോ ദാറ്റ് മീൻസ് ഇവിടെ മൈനസ് ചെയ്തിട്ട് ലാസ്റ്റ് എത്ര വരും? 20,000 നെഗറ്റീവ് അല്ലേ വരാം. അപ്പൊ രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കി. അപ്പൊ ഇൻട്രസ്റ്റ് പെർസെന്റേജ് രണ്ടിന്റെയും 12% എന്ന രീതിയിലാണ് എന്ത് വരുന്നത്? നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റും അതേപോലെ പ്രിഫറൻസ് ഡിവിഡൻഡ് റേറ്റും വരുന്നത്, അല്ലെ? സോ പ്രിഫറൻസ് ഡിവിഡൻഡ് റേറ്റും ഇൻട്രസ്റ്റിന്റെ റേറ്റ് നോക്കുമ്പോൾ 12% സെയിം ആണ്. പക്ഷെ നമ്മൾ ഫൈനൽ ബെനിഫിറ്റ് നോക്കുന്ന സമയത്ത് എന്തുണ്ട്? ഡിഫറൻസ് ഇല്ലേ? ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിന് നമുക്ക് എന്ത് കിട്ടും? ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടും. ക്ലിയർ അല്ലേ? ഇൻട്രസ്റ്റ് നമുക്ക് എന്ത് കിട്ടും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. ഇപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എനിക്ക് 1,20,000 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഓക്കെ എന്റെ എക്സ്പെൻസ് 1,20,000 കൂടുന്നുണ്ട് അല്ലെ? ക്ലിയർ ആണോ? എന്റെ എക്സ്പെൻസ് 1,20,000 കൂടുന്നുണ്ട്. ടോട്ടൽ ആയിട്ട് നോക്കും. ഇപ്പൊ ടാക്സിന്റെ കാര്യം ആലോചിച്ചു. ഇവിടെ ടാക്സ് എത്ര ഉണ്ടായിരുന്നത്? 40,000. ഇപ്പുറത്തോ ഈ 1,20,000 ഇൻട്രസ്റ്റ് വന്നോണ്ടല്ലേ ഇവിടെ ഇത് ഡിഫറൻസ് വന്നത്? എത്ര ഡിഫറൻസ് ഉണ്ട്? 60,000 ഡിഫറൻസ് ഉണ്ട്. ക്ലിയർ ആണ്? യെസ്. അപ്പോ എനിക്ക് ഇവിടെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര കിട്ടുന്നുണ്ട്? ആ 1,20,000 50% എത്ര കിട്ടും? 60,000 കിട്ടുന്നില്ലേ ടാക്സ് ബെനിഫിറ്റ്? ക്ലിയർ അല്ലേ? അപ്പോ നോക്ക്, എനിക്ക് 1,20,000 ഔട്ട്ഫ്ലോ വരുന്നുണ്ട്. ഞാൻ ഡിബെഞ്ചർ ഹോൾഡേഴ്സിന് എന്ത് കൊടുക്കണം? 1,20,000 അങ്ങോട്ട് കൊടുക്കണം. ഓക്കെ, അതേ സമയത്ത് ഓക്കെ 60,000 ടാക്സ് ബെനിഫിറ്റ് എനിക്ക് ഇങ്ങോട്ട് കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? സോ അങ്ങോട്ടേക്ക് എത്ര? 1,20,000, ഇങ്ങോട്ടേക്ക് 60,000. സോ നെറ്റ് ഇഫക്റ്റ് എത്ര വരുന്നുള്ളൂ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്തൂടെ, 12% ആണെങ്കിൽ പോലും ഓക്കെ ആഫ്റ്റർ ടാക്സ് എനിക്ക് വരുന്ന കോസ്റ്റ് ഇറ്റ്സ് ജസ്റ്റ് അല്ലെ 60,000 മാത്രമല്ലേ എന്റെ എക്സ്പെൻസ് ആയിട്ട് വരുന്നുള്ളൂ. നമുക്ക് 1,20,000 ഉണ്ട്, അതാണ് കയ്യിൽ നിന്ന് പോകുന്നത്. 60,000 ടാക്സ് ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോ നെറ്റ് ഇഫക്റ്റ് 1,20,000 പോയിട്ട് 60,000 ഇങ്ങോട്ട് വരുന്നുണ്ടല്ലോ. അപ്പൊ മൊത്തത്തില് എത്രയും പോകുന്നുള്ളൂ എന്റെ കയ്യിൽ? ഈ ഡിബെഞ്ചർ എടുത്തത് കാരണം എനിക്ക് എത്ര? 60,000 മാത്രമേ എന്റെ കയ്യിൽ നിന്ന് പോകുന്നുള്ളൂ. ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് എത്രയേ പോകുന്നുള്ളൂ? ജസ്റ്റ് 60,000 മാത്രമേ പോകുന്നുള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നോക്ക് ഒന്നുകൂടി. 1,20,000 റുപ്പീസ് ആണ് എന്റെ ഇൻട്രസ്റ്റ്. ഓക്കെ അല്ലെ? ഞാൻ ഒരു എമൗണ്ട് ഒന്ന് പെർസെന്റേജ് ഒന്ന് മാറ്റി വയ്ക്കാം. അതായിരിക്കും നല്ല. 30% എടുക്കാം നമുക്ക്. 30% ടാക്സ് ഉണ്ടെന്ന് വിചാരിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ആലോചിച്ച് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ 2 ലാഖിന്റെ EBIT ഉണ്ടെന്ന് വിചാരിക്കും. EBIT is equal to 2 lakh. ഈ 2 lakh എന്ന് 1,20,000 കുറച്ചു. ബാക്കി 30% ടാക്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 24,000. ബാക്കിയോ 50. ക്ലിയർ ആയോ? ക്ലിയർ അല്ലേ? സോ 2 ലക്ഷം 1,20,000 80,000 കിട്ടും. സോ 30% ബാക്കി 56,000. ക്ലിയർ ആണ്? ഇതേ സംഭവം ഒന്ന് ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് നോക്കിയാൽ എത്ര വരും? 2 lakh. എത്ര ടാക്സ് വരും? 60 അല്ലെ? 1,40,000. ക്ലിയർ അല്ലേ? രണ്ട് തമ്മിലൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇവിടെ നമുക്ക് നോർമലി വരേണ്ട ടാക്സ് എത്രയാ? 60 ആണ് അല്ലെ? നോർമലി വരേണ്ട ടാക്സ് 60,000. പക്ഷെ ഈ ഇൻട്രസ്റ്റ് പേയ്മെന്റ് നടത്തുന്നതുകൊണ്ട് മാത്രം എനിക്ക് ഇവിടെ 24,000 മാത്രമേ ടാക്സ് വന്നുള്ളൂ. മനസ്സിലായോ? ഇൻട്രസ്റ്റ് വന്നുകൊണ്ട് മാത്രമല്ലേ 24 വന്നത്. ദാറ്റ് മീൻസ് എനിക്കൊരു സേവിങ്സ് ഉണ്ട്. എത്ര സേവിങ്സ് ഉണ്ട് നമുക്ക്? ടാക്സിലെ സേവിങ്സ് 36,000 സേവിങ്സ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ 1,20,000 ഔട്ട്ഫ്ലോ പോകുന്നുണ്ട്. 1,20,000 ഔട്ട്ഫ്ലോ പോകുന്നുണ്ട്. ക്ലിയർ അല്ലേ? അതേസമയം എനിക്ക് 36,000 ടാക്സ് ബെനിഫിറ്റും കിട്ടുന്നുണ്ട്. ക്ലിയർ ആണോ? 36,000 എന്ത് കിട്ടുന്നുണ്ട്? ടാക്സ് ബെനിഫിറ്റ്. അങ്ങോട്ടേക്ക് 1,20,000 പോകുന്നുണ്ടെങ്കിൽ പോലും 36,000 ടാക്സ് ബെനിഫിറ്റ്. മുമ്പ് പോയിക്കൊണ്ടായിരുന്ന 36,000 പോകുന്നില്ല അല്ലെ? മുമ്പ് എന്റെ 60,000 അല്ലേ പോയിക്കൊണ്ടായിരുന്ന ടാക്സില്. മനസ്സിലായോ? മുമ്പ് ഇൻട്രസ്റ്റിന്റെ പേരിൽ ഒന്നും പോയിക്കൊണ്ടായില്ല. ഓക്കെ, പക്ഷെ ടാക്സിന്റെ പേരിൽ എത്ര പോവായിരുന്നു? 60,000 പോവായിരുന്നു. പക്ഷെ ഇപ്പോ ഇൻട്രസ്റ്റിന്റെ പേരിൽ എത്ര പോകും? 1,20,000. പക്ഷെ ടാക്സിന്റെ പേരിൽ എത്രയേ പോകുള്ളൂ? അപ്പൊ നെറ്റ് ഇഫക്റ്റ് നോക്കുകയാണെങ്കിൽ ഓൺലി ചേഞ്ച് ഇവിടെ 60,000 ആയിരുന്നു മുമ്പ്. ടാക്സും ഇൻട്രസ്റ്റും കൂട്ടിയാൽ എത്രയേ പോകുന്നുള്ളൂ? 60,000 അല്ലേ പോയിക്കൊണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പൊ എത്ര പോകുന്നുണ്ട്? 1,44,000 പോകുന്നില്ലേ? മനസ്സിലായ? മുമ്പ് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. സോ ഇൻട്രസ്റ്റ് എത്രയാ? 0. ടാക്സ് എത്രയുണ്ട്? 60,000. സോ ഇൻട്രസ്റ്റും ടാക്സും ആഡ് ചെയ്യുക. എത്ര വരാം? 0 + 60,000 60,000.
ഇപ്പോ ഇൻട്രസ്റ്റിന്റെ പേരിൽ എത്ര പോകുന്നുണ്ട്? 1,20,000. ടാക്സിന്റെ പേരിലോ? അപ്പൊ ടോട്ടൽ 1 lakh. അപ്പൊ നിങ്ങൾക്ക് 60,000 ഉണ്ടായിരുന്നു, ഇപ്പൊ 1,44,000. സോ എത്ര മാത്രമാണ് എക്സ്ട്രാ പോകുന്നുള്ളൂ? 84,000 ആണോ? 84,000 അല്ലെ? ക്ലിയർ ആണോ? 84,000 ആണോ? കറക്റ്റ് അല്ലേ? ഇനി ശ്രദ്ധിച്ചേക്കാം, ഈ ഒരു ഡിഫറൻസ് എടുത്ത് നോക്കി. നിങ്ങളെ കയ്യിൽ നിന്ന് പോകുന്നത് 1,20,000 ആണ്. നിങ്ങൾക്ക് വരുന്ന ടാക്സ് ബെനിഫിറ്റ് എത്രയാണ്? 36,000. സോ നെറ്റ് ഇഫക്റ്റ് ആയിട്ട് ഇത് മൈനസ് ചെയ്ത് നോക്കി എത്ര കിട്ടും? ആ, അപ്പൊ ഈ ഡിബെഞ്ചർ എടുക്കുന്നത് കാരണം 1,20,000 പോകുന്നുണ്ടെങ്കിലും 36,000 എന്ത് കിട്ടുന്നുണ്ട്? ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. സോ നെറ്റ് ഇഫക്റ്റില് ആ ഡിബെഞ്ചർ എന്ന് പറയുന്ന സാധനം വന്നുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് എത്രേ പോകുന്നുള്ളൂ? 84,000 അല്ലേ ഇഫക്റ്റീവില് പോകുന്നുള്ളൂ. മനസ്സിലായോ? ഓക്കെ, യെസ്. അപ്പൊ ശരിക്കും എനിക്ക് ഡിബെഞ്ചറിന്റെ കോസ്റ്റ് ആയിട്ട് എത്രയേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ? 84,000 മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ പ്രിഫറൻസ് ഡിവിഡന്റ് ആണെങ്കിലും പ്രിഫറൻസിന്റെ കേസ് ആണെങ്കിൽ ടാക്സ് ബെനിഫിറ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് 1,20,000 കൊടുക്കണമെങ്കിൽ 1,20,000 നിങ്ങളെ കയ്യിൽ നിന്ന് എന്ത് പോകും? ഔട്ട്ഫ്ലോ പോകും. ക്ലിയർ ആണോ? സിറ്റുവേഷൻ നോക്ക്, രണ്ടിന്റെയും പെർസെന്റേജ് സെയിം ആണെങ്കിൽ പോലും ലോണിന് എന്ത് കിട്ടുന്നുണ്ട്? ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതൊക്കെ നെക്സ്റ്റ് വരാൻ പോകുന്ന ചാപ്റ്ററിൽ കവർ ചെയ്യുന്ന സാധനങ്ങളാണ്. ഓക്കെ, സോ എന്തായാലും ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി മാത്രം പറയുന്നതാണ്. ഡിബെഞ്ചറിന് നമുക്ക് എന്ത് കിട്ടും? ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് എന്ത് കിട്ടും? ടാക്സ് ബെനിഫിറ്റ് കിട്ടും. അപ്പോ 1,20,000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് ആയിട്ട് 36,000 കിട്ടുന്നുണ്ട്. നെറ്റ് ഇഫക്റ്റ്ലി ഈ ഡിബെഞ്ചർ എടുക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് വരുന്ന ചെലവ് എത്രയേ ഉള്ളൂ? 84,000 മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പൊ ഒരു ടോട്ടൽ എത്രയായിരുന്നു നമ്മളെ? 10 lakhs അല്ലെ? ആ 10 lakhsൽ 84,000 എന്ന് പറയുമ്പോൾ എത്ര പെർസെന്റേജ് വരാം? 8.4%. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് 12% ആണ്. ഓക്കെ, ഇപ്പുറത്ത് പ്രിഫറൻസ് ഡിവിഡന്റ് റേറ്റ് എത്ര തന്നെയാണ്? പക്ഷെ ആക്ച്വൽ കോസ്റ്റ് എത്രയാ നോക്കിയാൽ ഇവിടെ എത്രയേ വരുന്നുള്ളൂ? 8.4 അല്ലേ ഉള്ളൂ. ക്ലിയർ ആണോ? പക്ഷെ ഇവിടെ 12 തന്നെ എന്തുണ്ട്? കോസ്റ്റ് ഉണ്ട്. ക്ലിയർ ആണോ? അപ്പൊ ഇതേപോലെ കുറെ മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ റേസ് ചെയ്യുന്ന ഓരോ രൂപയ്ക്കും നമ്മൾ എത്ര പെർസെന്റേജ് വീതം കൊടുക്കേണ്ടി വരും എന്ന് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് കമ്പനി റേസ് ചെയ്യുന്ന, ഇപ്പൊ ഞാൻ ഇവിടെ എവിടുന്നാ തുടങ്ങിയതല്ലേ? ബാലൻസ് ഷീറ്റിൽ നിന്നാ തുടങ്ങിയത്. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിലാണ് തുടങ്ങിയത്. സോ ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എവിടുന്നാണ് പൈസ കളക്ട് ചെയ്യുന്നത്, ലോങ് ടേം ഫണ്ട് എവിടുന്ന് കളക്ട് ചെയ്യുന്നു, അതാണ് മാറ്റർ. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യാം? ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, പ്രിഫറൻസ് ഷെയർ ആയിക്കോട്ടെ, റിസർവ്സ് ആയിക്കോട്ടെ, ഡെപ്റ്റ് ആയിക്കോട്ടെ, കളക്ട് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ കളക്ട് ചെയ്യുമ്പോൾ യു ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് യുവർ കോസ്റ്റ് ഇസ് മിനിമം അല്ലെ? മനസ്സിലായോ? നിങ്ങൾ ഒരു സ്ഥലത്ത് നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ഒരു സംഭവത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോവാ. നിങ്ങൾ പൈസ റേസ് ചെയ്യുമ്പോൾ മാക്സിമം എന്ത് ചെയ്യും? നിങ്ങളുടെ ചെലവ് കുറക്കാനല്ലേ നോക്കുക. ഓക്കെ, അപ്പൊ കമ്പനി ഇപ്പൊ നമ്മള് നോർമലി ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കമ്പനിയുടെ കേസിൽ ക്യാപിറ്റൽ നമ്മൾ ഷെയർ ക്യാപിറ്റലും അതേപോലെ പ്രിഫറൻസ് മാത്രമല്ലേ കൂട്ടുള്ളൂ. ഇപ്പൊ എഫ് എമ്മിന്റെ പർപ്പസിൽ ശ്രദ്ധിച്ചോ, എഫ് എമ്മിന്റെ പർപ്പസിൽ നമ്മൾ ഈ ക്യാപിറ്റൽ എന്നുള്ള വാക്ക് എന്താ പറയാ, ലോങ് ടേം ആയിട്ടുള്ള എല്ലാ ഫണ്ടിനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയും. അതായത് ഇക്വിറ്റി ഷെയർ ആയിക്കോട്ടെ, പ്രിഫറൻസ് ആയിക്കോട്ടെ, റിസർവ്സ് ആയിക്കോട്ടെ, ഡെപ്റ്റ് ആയിക്കോട്ടെ. സോ ഇതൊക്കെ നിങ്ങൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ക്യാപിറ്റൽ ആയിട്ട് കൺസിഡർ ചെയ്യുക. മനസ്സിലായി? എവിടുന്നാണ് നിങ്ങൾ ലോങ് ടേം ആയിട്ടുള്ള ഫണ്ട് കളക്ട് ചെയ്യുന്നത്, അത് മൊത്തം എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ക്യാപിറ്റൽ. നിങ്ങൾ ഈ ഫണ്ട് കളക്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ്, ഒരു കമ്പനിക്ക് ഈ ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റിനെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? കമ്പനിക്ക് ക്യാപിറ്റൽ റേസ് ചെയ്യാൻ വേണ്ടി വരുന്ന കോസ്റ്റ് എന്ത് പറയും? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. നേരെ തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരു രൂപ തരുന്ന സമയത്ത് അവർ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു റിട്ടേൺ. നിങ്ങൾ ഒരു കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കാം, കമ്പനി ഇത്രയും പൈസ റേസ് ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് വരുന്ന കോസ്റ്റ്, അത് തന്നെ ആയിരിക്കുമല്ലോ ഇൻവെസ്റ്റേഴ്സ് കമ്പനിയുടെ അടുത്ത് എക്സ്പെക്ട് ചെയ്യുന്ന റിട്ടേൺ. ആ രീതിയിൽ തിരിച്ചാൽ മതി. ഓക്കെ, സോ നേരെ ഓപ്പോസിറ്റ്, കമ്പനിക്ക് എന്തായിരിക്കും? അതോ ഔട്ട്ഫ്ലോ ആയിരിക്കും. ഇൻവെസ്റ്റേഴ്സിന് എന്തായിരിക്കും? അത് ഇൻഫ്ലോ ആയിരിക്കുമല്ലോ. ഇപ്പൊ ഞാനൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാണ്, ഡിബെഞ്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, കമ്പനി എന്ത് തരും? എനിക്ക് ഇൻട്രസ്റ്റ് തരും. ആ ഇൻട്രസ്റ്റ് മുകളിൽ ഞാൻ എന്ത് കൊടുക്കേണ്ടി വരും? ടാക്സ് കൊടുക്കേണ്ടി വരും അല്ലെ? സോ ടാക്സ് ഒക്കെ കുറച്ച് ഇവിടെ റേറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. സോ ടാക്സ് ഒരു ഇൻഡിവിജ്വലിന്റെ ടാക്സ് ഡിഫറൻസ് റേറ്റ് വേറെയാണ്. അതേപോലെ കമ്പനിയുടെ
ടാക്സ് റേറ്റ് ഒക്കെ വേറെ ആയിരിക്കും. പക്ഷെ മെജോറിറ്റി ഓഫ് ദ കേസസ് നമ്മൾ എഫ്എമ്മിന്റെ സബ്ജക്റ്റിൽ നിങ്ങൾ ടാക്സിന്റെ പല ആപ്ലിക്കേഷൻ എടുക്കാറില്ല. അതായത് സ്ലാബ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് മൈൻഡ് ചെയ്യണം. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുള്ളൂ, ഒരു ഒറ്റയടിക്ക് ഫ്ലാറ്റ് റേറ്റ് എന്ന രീതിയിൽ ഒരു 30%ഓ 40%ഓ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യും. ഓക്കെ, സോ ഇതിപ്പോ സബ്ജക്ട് മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്ത് പോകാം. നമ്മളിപ്പോ 10-15 ദിവസം ഉണ്ട്, മെല്ലെ കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അത് മെല്ലെ മെല്ലെ നമുക്ക് കൺസെപ്റ്റിലേക്ക് എത്തിക്കാം ഓരോന്നായിട്ട് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, ഫിനാൻസിങ് ഡിസിഷൻസ് ആ പറയുന്നത്. ഫിനാൻസിങ് ഡിസിഷൻസ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഡെപ്റ്റ് അല്ലെ. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈസ കളക്ട് ചെയ്യാൻ പറ്റും. ആ കളക്ട് ചെയ്യുന്നതിനെയാണ്, ഈ കളക്ട് ചെയ്യുന്ന ഡിസിഷൻ മേക്കിങ്ങിന് എന്ത് പറയും, ഫിനാൻസിങ് ഡിസിഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ വി വിൽ മേക്ക് ഷുവർ ദാറ്റ് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് വെരി ലെസ്. മനസ്സിലായോ? നമ്മുടെ കോസ്റ്റ് എന്താവണം, മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക. ക്ലിയർ ആണോ? അപ്പോ നമ്മൾ ചാപ്റ്റർ നമ്പർ 4, 5 and 6 ശ്രദ്ധിച്ചോ. 4, 5 and 6 ഈ 3 ചാപ്റ്റേഴ്സും ഡീൽ ചെയ്യുന്നത് ഫിനാൻസിങ് ഡിസിഷനുമായിട്ടാണ്. ക്ലിയർ അല്ലേ? സോ 4th ചാപ്റ്റർ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയും. ഓക്കെ, സോ ഇപ്പൊ ഞാൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ പറഞ്ഞില്ലേ, എന്താ സംഭവം, ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓരോന്നിന്റെയും കോസ്റ്റ് എത്രയെന്ന് കണ്ടുപിടിച്ച് ഓൺ ആവറേജ് കണ്ടുപിടിച്ചു നമുക്ക്. ഇക്വിറ്റി ഷെയറിന് ഇത്ര കോസ്റ്റ് ഉണ്ടാവും, നിങ്ങളോട് പറയാം. ഇക്വിറ്റി ഷെയർ റേസ് ചെയ്യുമ്പോൾ ഇത്ര കോസ്റ്റ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ റേസ് ചെയ്യുന്ന സമയത്ത് ഇത്ര കോസ്റ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഡെപ്റ്റ് റേസ് ചെയ്യുന്ന സമയത്ത് ഇത്ര കോസ്റ്റ് ഉണ്ട്. സോ ടോട്ടൽ വേറെ വേറെ കോസ്റ്റ് ഒക്കെ ആയിരിക്കും. എന്നിട്ട് അതിന്റെ ഒക്കെ എന്ത് ചെയ്യണം, ആവറേജ് കണ്ടുപിടിക്കാം. സോ അങ്ങനെയുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, ചാപ്റ്റർ നമ്പർ 4 വരുന്നത്. ഓക്കെ, സോ ചാപ്റ്റർ നമ്പർ 4 ഡീൽസ് വിത്ത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അടുത്ത 5th ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതന്നെ, നമ്മൾ എങ്ങനെയായിരിക്കണം നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ടോട്ടൽ ഒരു 20 ലക്ഷം എനിക്ക് ലോങ് ടേം ഫണ്ട് വേണം. ഓക്കെ, ആ 20 ലക്ഷം അതിൽ 10 ലക്ഷം ഇക്വിറ്റി, ബാക്കി ഒരു 5 ലക്ഷം പ്രിഫറൻസ്, 5 ലക്ഷം ഡെപ്റ്റ്. സോ ഏത് പെർസെന്റേജിലൊക്കെ വേണം ഈ ഓരോ ഓരോ ഫണ്ടും, എത്ര പ്രിഫറൻസ് എത്ര വേണം, അതേപോലെ ഇക്വിറ്റി എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കുകയാണ് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്, 5th ചാപ്റ്റർ വരുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് 6th ചാപ്റ്റർ കംപ്ലീറ്റ്ലി നിങ്ങൾ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ മാർജിനൽ കോസ്റ്റിംഗ് നല്ലൊരു അടിപൊളി ചാപ്റ്റർ ആണ്. സോ ആ ചാപ്റ്ററുമായി കണക്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കണക്ഷൻ ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ് നെക്സ്റ്റ് ചാപ്റ്റർ വരുന്നത്, ലിവറേജസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? യെസ്, സോ ലിവറേജസ് എന്ന് പറയാം. സോ ടോട്ടൽ 3 ചാപ്റ്റേഴ്സ് ആണ് ഫിനാൻസിങ് ഡിസിഷനിൽ വരുന്നത്, 4, 5 and 6. ക്ലിയർ അല്ലേ? സോ സബ്ജക്ട് ആ ചാപ്റ്റേഴ്സ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലായിരുന്നു. ഇത് ചാപ്റ്ററിലോട്ട് വരുമ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. സോ ഞാൻ മോസ്റ്റ്ലി ഫസ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 6th ചാപ്റ്റർ ആയിരിക്കും. ഓക്കെ, സോ ലിവറേജസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ ഓൾറെഡി മാർജിനൽ കോസ്റ്റിംഗ് ഒക്കെ ഒരു ഐഡിയ ഉള്ളതുകൊണ്ടും അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് അതായിരിക്കും മോസ്റ്റ്ലി ഞാൻ എടുക്കാൻ പോകും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ കളക്ട് ചെയ്ത ഫണ്ട് ഉണ്ടല്ലോ. ഓക്കെ, സോ റേസ് ചെയ്ത ഫണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം, ഇൻവെസ്റ്റ്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതേപോലെ എന്തെങ്കിലും ലോങ് ടേം ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിലൊക്കെ എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഇങ്ങനെ ഞാൻ റേസ് ചെയ്ത ഫണ്ട് എവിടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചാപ്റ്റർ ആണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. ക്ലിയർ അല്ലേ? സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ നിങ്ങളുടെ ചാപ്റ്റർ നമ്പർ 7. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തത് ഇപ്പൊ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി. നിങ്ങൾ ഒരു ടേം കേട്ടിട്ടുണ്ടോ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് കേട്ടിട്ടുണ്ടോ? വർക്കിംഗ് ക്യാപിറ്റൽ, വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കറന്റ് അസറ്റ് ആണ് ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ. കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റിനെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. മനസ്സിലായോ? എന്താണ് കറന്റ് അസറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റിനെ എന്ത് പറയാം, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ലോങ് ടേം ഫണ്ടിന്റെ കാര്യം പറഞ്ഞു, 4, 5, 6 കണക്ട് ചെയ്തു, ഇത് 7 കണക്ട് ചെയ്തു. ഇനി ഇപ്പുറത്ത് കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റീസ്, ഇതാണ് വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാവും. വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 9. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ അവിടെ കറന്റ് അസറ്റ്സിൽ ഫോർ എക്സാമ്പിൾ മേജർ ആയിട്ട് കറന്റ് അസറ്റ്സ് എന്തൊക്കെ വരാം? മേജർ കറന്റ് അസറ്റ്സ് ക്യാഷ്, ഡെപ്റ്റേഴ്സ്, പിന്നെ ഏതാണ് ഇൻവെന്ററീസ് അല്ലെ. മേജർ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇൻവെന്ററീസ്, ഡെപ്റ്റേഴ്സ് ആൻഡ് ക്യാഷ് ആയിരിക്കും വരാം. അപ്പുറത്തെ സൈഡ് കറന്റ് ലയബിലിറ്റീസ് ആണെങ്കിൽ മേജർ ആയിട്ട് ഇത് വരും, ക്രെഡിറ്റേഴ്സ് വരും. സോ ഇത് ഓരോന്നും നമുക്ക് പഠിക്കാണ്ട്. ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ചാപ്റ്റർ നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു 5 or 6 യൂണിറ്റ്സ് ഉണ്ട് പഠിക്കാൻ. ഓക്കെ, അപ്പൊ 6 യൂണിറ്റിൽ ഒരു 4 യൂണിറ്റ് ഈ പറഞ്ഞ 4 എണ്ണായി.
ഇതൊക്കെ ഇൻവെന്ററീസ്. നിങ്ങള് മെറ്റീരിയൽ പഠിച്ചോ? കോസ്റ്റിംഗില് ഇവിടെ സ്റ്റാർട്ട് ചെയ്തോളൂ. പോട്ടെ. സോ EOQ പഠിച്ചോ? സോ നമുക്കിവിടെ EOQ കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. സോ EOQ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ എവിടെ ഡീൽ ചെയ്യും? വീണ്ടും ഇതേ ചാപ്റ്ററിലൊക്കെ തന്നെ ഡീൽ ചെയ്യും. നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്ററിൽ ഇൻവെന്ററി വരുന്ന സമയത്ത് ആകെ എന്തേ ഉള്ളൂ? EOQ മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതേപോലെ പേബിൾസ്, ക്രെഡിറ്റേഴ്സിനെ മാനേജ് ചെയ്യാം, ഡെപ്റ്റേഴ്സിനെ മാനേജ് ചെയ്യാം. സോ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. സോ അതൊക്കെയാണ് ചാപ്റ്റർ നമ്പർ 9 ഡീൽ ചെയ്യുക. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ചാപ്റ്റർ നമ്പർ, നമ്മൾ ഇപ്പോ ബാലൻസ് ഷീറ്റ് കംപ്ലീറ്റ് ആയി. ഇനി എന്താ ബാക്കിയുള്ള P&L അക്കൗണ്ട് എടുക്കുക. ഓക്കെ. ഇപ്പോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുമ്പോൾ ഓക്കെ ശ്രദ്ധിക്കുക. ഇപ്പൊ കമ്പനി കുറച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കി. ഒരുപാട് പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ കമ്പനിക്ക് എന്ത് ഡിസൈഡ് ചെയ്യാം? പ്രോഫിറ്റ് അവിടെ തന്നെ റീറ്റെയിൻ ചെയ്യണോ, കുറച്ച് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ എന്ന് ഡിസൈഡ് ചെയ്യാലോ. മനസ്സിലായോ? കമ്പനി എന്ത് ചെയ്യാണ്? പ്രോഫിറ്റ് ഉണ്ടാക്കുക. ആ പ്രോഫിറ്റ് ഉണ്ടാക്കിയപ്പോൾ കമ്പനി ഈസ് ഡിസൈഡിങ് വെദർ ടു ഡിസ്ട്രിബ്യൂട്ട് ആസ് ഡിവിഡൻഡ്. ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ വേണ്ടിയോ? മനസ്സിലായില്ല? സോ പ്രോഫിറ്റ് ഉണ്ടാക്കി, അതിൽ നിന്ന് ഞാൻ ഒരു 20% ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തു. ബാക്കി 80% എന്ത് ചെയ്തു? റീറ്റെയിൻ ചെയ്ത് വെച്ചു എന്ന് വിചാരിച്ചു. മനസ്സിലായോ? ടോട്ടൽ എമൗണ്ടിലെ 20% ഡിവിഡൻഡ്, ബാക്കി 80% എന്ത് ചെയ്തു? റീറ്റെയിൻ ചെയ്തു. ഓക്കെ. അപ്പോ എത്ര പെർസെന്റേജ് റീറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ എത്ര എമൗണ്ട് റീറ്റെയിൻ ചെയ്യണം, എത്ര ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള ചാപ്റ്റർ ആണ് ചാപ്റ്റർ നമ്പർ 8. ക്ലിയർ ആണ്? സോ ചാപ്റ്റർ നമ്പർ 8 deals with whether to distribute dividend. ക്ലിയർ ആണോ? ഡിവിഡൻഡ് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളതാണ് ചാപ്റ്റർ നമ്പർ 8 ഡീൽ ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ചാപ്റ്റർ ഏതൊക്കെയായി നോക്കുന്നു? 4, 5, 6, 7, 8, 9. ക്ലിയർ അല്ലേ? സോ മോഡ്യൂൾ 2 കംപ്ലീറ്റ് ആയി. മോഡ്യൂൾ 1 50% ആവും. ഓക്കെ. ഇനി ഇതെല്ലാം ഓരോ ഐറ്റം ബൈ ഐറ്റംസ് കണക്ട് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ് റേഷ്യോ അനാലിസിസ് എന്ന് പറയും. ഓക്കെ. സോ റേഷ്യോ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ചാപ്റ്റർ നമ്പർ 3, അതായത് ഫോർ എക്സാമ്പിൾ നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ എന്തായിരിക്കും? നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ സെയിൽസ് അല്ലെ? അതേപോലെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഗ്രോസ് പ്രോഫിറ്റ് ബൈ കറന്റ് റേഷ്യോ എന്ന് കേട്ടിട്ടുണ്ടോ? എന്താണ് കറന്റ് റേഷ്യോ? കറന്റ് അസെറ്റ് ഡിവൈഡഡ് ബൈ, ഓക്കെ കേട്ടിട്ടുണ്ടോ എല്ലാരും? ഇല്ല? ഓക്കെ പോട്ടെ, എനിക്ക് കേൾക്കാം. സോ കറന്റ് അസെറ്റ്സ് ഡിവൈഡഡ് ബൈ കറന്റ് ലയബിലിറ്റി. ഇങ്ങനെ ഓരോ ഐറ്റം ബൈ ഐറ്റംസ്, മനസ്സിലായോ? സോ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഐറ്റംസ് തമ്മിലുള്ള കണക്ഷൻസ് ഉണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റലിനെ എടുത്തോ. എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ? മീൻസ് കറന്റ് അസെറ്റ്സ് അല്ലേ? നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ പറഞ്ഞാലോ കറന്റ് അസെറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി, കറന്റ് അസെറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റീസ്. അപ്പൊ ഇങ്ങനെ ഒരു 2 ഐറ്റംസ് വെച്ചിട്ട് കണക്ഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള ചാപ്റ്റർ ആണ് ഏത്? ചാപ്റ്റർ നമ്പർ 3 റേഷ്യോ അനാലിസിസ്. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പൊ വർക്കിംഗ് ക്യാപിറ്റൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കാം. നോക്കാം. ഇപ്പൊ ഗിവൺ ദാറ്റ് നമ്മൾ കറന്റ് റേഷ്യോ എന്താ പറഞ്ഞത്? ഓക്കെ, കറന്റ് അസെറ്റ്സ് ഡിവൈഡ് ബൈ കറന്റ് ലയബിലിറ്റി അല്ലെ? അപ്പൊ നിങ്ങളോട് പറയാണ് കറന്റ് റേഷ്യോ ഇസ് 2. ക്ലിയർ അല്ലേ? കറന്റ് റേഷ്യോ ഇസ് 2. നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് 40,000. ക്ലിയർ ആണോ? എന്നിട്ട് നിങ്ങളോട് കണ്ടുപിടിക്കാൻ പറയാം വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കറന്റ് അസെറ്റ്സ്, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് കറന്റ് ലയബിലിറ്റീസ്. കണ്ടുപിടിച്ചൂടെ? സോ ഒന്ന് ജസ്റ്റ് റഫ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തു. നോട്ടില് ഫെയർ ആയിട്ട് ചെയ്തണ്ട, ബാക്കിലോട്ടായിട്ട് ജസ്റ്റ്. Current ratio is 2. Net working capital is 40,000. So what is the amount of current assets? എത്രയാ? 80 ആ? എല്ലാവരും കിട്ടിയടാ? ചെക്ക് ചെയ്തത്.
ഇത് മനസ്സിലായോ? കറന്റ് അസെറ്റ് ബൈ കറന്റ് ലയബിലിറ്റി ഈക്വൽ ടു 2 അല്ലെ. അപ്പൊ കറന്റ് അസെറ്റ്സ് ക്യാൻ ബി റിട്ടൺ ആസ് 2 ടൈംസ് കറന്റ് ലയബിലിറ്റി. അപ്പൊ കറന്റ് അസെറ്റ് മൈനസ് കറന്റ് ലയബിലിറ്റി 40,000 തന്നിട്ടുണ്ടല്ലോ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. കറന്റ് അസെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം എന്താണ് 2 ടൈംസ് കറന്റ് ലയബിലിറ്റി മൈനസ് കറന്റ് ലയബിലിറ്റി എത്ര കിട്ടി? 40,000 അല്ലേ ഇട്ടാ. സോ കറന്റ് ലയബിലിറ്റി എത്ര കിട്ടും? കറന്റ് ലയബിലിറ്റി എത്ര കിട്ടും? 40,000 അല്ലേ ഇട്ട്. സോ കറന്റ് ലയബിലിറ്റി 40,000 ആണ്. കറന്റ് അസെറ്റ് എത്ര വരും? 80,000. കിട്ടിയോ? കിട്ടാത്തവരുണ്ടോ? സി ഇതേപോലെ പല പല റേഷ്യൂസ് തന്നിട്ട് മൊത്തത്തിലുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കട്ടെ. മനസ്സിലായോ? കുറെ റേഷ്യൂസ് വരും എന്നിട്ട് നിങ്ങൾ മൊത്തത്തിലുള്ള ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കേണ്ടി വരും. സോ ഇതായിരിക്കും നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ. സോ ഞാൻ എടുക്കാൻ പോകുന്ന രണ്ടാമത്തെ ചാപ്റ്റർ ആയിരിക്കും ഇത്. സോ ഫസ്റ്റ് ഞാൻ 6th ചാപ്റ്റർ എടുക്കും, അത് കഴിഞ്ഞിട്ട് റേഷ്യോ എടുക്കും. സോ ആദ്യത്തെ 2 ദിവസം നമുക്ക് 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നിങ്ങളുടെ മൊഡ്യൂൾ 1 എടുത്തിട്ട് തന്നെ വന്നാൽ മതി. ഓക്കെ, സോ ടെക്സ്റ്റ് ബുക്ക് മൊഡ്യൂൾ 1 മാത്രം എടുത്താൽ മതി. സോ ചാപ്റ്റർ നമ്പർ 6 ആയിരിക്കും, പിന്നെ ചാപ്റ്റർ നമ്പർ 3. ഓക്കെ അല്ലേ? 6ഉം 3 ക്ലിയർ അല്ലേ? അപ്പൊ നോക്ക്, നമ്മളിപ്പോ പറഞ്ഞു വന്ന കാര്യം ഏതൊക്കെയായി? 3, 4, 5, 6, 7, 8, 9 അല്ലേ? അല്ലേ അല്ലേ? നോക്കൊന്നും കൂടി. സോ ബാലൻസിലൂടെ കണക്ട് ചെയ്യുമ്പോൾ സോ ഫസ്റ്റ് തിങ് നമ്മൾ ചാപ്റ്റർ നമ്പർ 4, 5, 6 ഡീൽസ് വിത്ത് ഫിനാൻസിങ് ഡിസിഷൻസ്. സോ ഫിനാൻസിങ് ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ എവിടെ നിന്നൊക്കെ ഫണ്ട് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നുള്ള ഒരു ടേം പഠിക്കാനുണ്ട്. ക്ലിയർ അല്ലേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാട്ട് ഈസ് ദ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്? മനസ്സിലായോ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എത്ര? അതായത് ലോൺ വാങ്ങുന്നു. സോ ലോൺ വാങ്ങുന്ന സമയത്ത് എനിക്ക് ഓരോ രൂപ ലോണിനും എത്ര രൂപയുടെ ചെലവുണ്ട്. ചെലവ് മനസ്സിലായാലല്ലേ അത് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭം ഉണ്ടോ എന്ന് മനസ്സിലാവുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ഇങ്ങനെ പറയാം, ഞാൻ ഒരാളടുത്തുനിന്ന് ലോൺ വാങ്ങാം. ലോൺ വാങ്ങുമ്പോൾ എനിക്ക് 10% ആണ് കോസ്റ്റ് വരുന്നത് വിചാരിക്കും. 10% ചെലവുണ്ട്. അതായത് എനിക്ക് 1 ലക്ഷം രൂപ ഒരാളടുത്ത് നിന്ന് കളക്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ അയാൾക്ക് 10,000 രൂപ കൊടുക്കണം. മനസ്സിലായോ? ഒരാളടുത്ത് നിന്ന് 1 ലക്ഷം കളക്ട് ചെയ്താൽ ഞാൻ 10,000 രൂപ ഒരു വർഷത്തിൽ കൊടുക്കണം. നിങ്ങളോട് പറയാണ് നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഈ ഒരു 1 lakh വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ, ഓക്കെ, ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ ഏകദേശം ഒരു 12% ആണ് എന്ന് വിചാരിച്ചു. മനസ്സിലായോ? അത് ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 12% കിട്ടും. സോ 12% എന്ന് പറയുമ്പോൾ എത്ര വരും? ഇപ്പോ 1 lakh rupees ഇൻവെസ്റ്റ് ചെയ്ത് 12% എത്ര വരും? അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എക്സ്പെൻസ് എത്രയാണ്? 10,000. ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയത് എത്രയാണ്? 12,000. സോ ലാഭമല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നിങ്ങളോട് പെർസെന്റേജ് വെച്ച് നോക്കാം. നിങ്ങളോട് പറയണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തെടുത്ത എനിക്ക് കിട്ടിയ റിട്ടേൺ 12% ആണ്. എനിക്ക് വരുന്ന കോസ്റ്റ് 10%. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യും. 10%ഉം ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും കമ്പയർ ചെയ്യും അല്ലെ? ഒരെണ്ണം 10% ആണ്, അപ്പുറത്ത് എന്താ 12%. സോ ഏതാ ലാഭം? സോറി, ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളതാണ്. ചെയ്യാലോ, കാരണം 10% അല്ലേ ചെലവുള്ളൂ. എനിക്ക് 12% എന്ത് കിട്ടുന്നുണ്ട്? റിട്ടേൺ കിട്ടുന്നില്ലേ? ക്ലിയർ അല്ലേ? അതേപോലെ നേരെ തിരിച്ചു നമുക്ക് ചോദിക്കാം. ഫോർ എക്സാമ്പിൾ 10% ആണ് നിങ്ങളുടെ ലോണിന് വരുന്ന കോസ്റ്റ്. അപ്പൊ ആ ലോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു 8% റിട്ടേൺ കിട്ടുന്ന ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യണോ? വേണ്ട. ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഈ ടേംസ് ഒക്കെ പഠിക്കും. ഇത് എന്താണ്? ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് ഡെപ്റ്റിന് മാത്രമുള്ള കോസ്റ്റ്. ഡെപ്റ്റിന് എത്രയാണ് ഞാൻ പറഞ്ഞത്? ഒരു എമൗണ്ട് പറഞ്ഞില്ലേ, 10% പറഞ്ഞില്ലേ? അതേപോലെ എന്തിനൊക്കെ കോസ്റ്റ് ഉണ്ടാവും? പ്രിഫറൻസിനും കോസ്റ്റ് ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന്റെ അടുത്തുനിന്ന് പൈസ കളക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരാം. ക്ലിയർ അല്ലേ? യെസ്. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്? ഒരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാള് ദേ വിൽ എക്സ്പെക്ട് സംതിങ്. അപ്പൊ നമ്മൾ ഈ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എങ്ങനെ മനസ്സിലാക്കാം? ദ മിനിമം റിട്ടേൺ എക്സ്പെക്ടഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. മനസ്സിലായോ? ഇൻവെസ്റ്റേഴ്സ് നിങ്ങളുടെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മിനിമം റിട്ടേൺ. സോ അതിന്റെ ബേസിസിലായിരിക്കും നമുക്ക് ഡിസിഷൻ മേക്കിംഗ് പറ്റുള്ളൂ. അപ്പൊ ഇവിടെ മൊത്തത്തിൽ നമ്മൾ പിന്നീട് ചാപ്റ്റർ നമ്പർ 4, 5, 6 ഒക്കെ പഠിക്കുമ്പോൾ, ഈവൻ 7 ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമുണ്ട്? ഈ കോസ്റ്റ് എന്താണെന്നുള്ളത് അറിയണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താന്നുള്ള ടേം കൃത്യമായിട്ട് അറിയണം. അപ്പൊ അത് ചാപ്റ്ററിലോട്ട് വരും. നമ്മൾ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് റേഷ്യോ കഴിഞ്ഞിട്ട് എടുക്കാൻ പോകുന്നതായിരിക്കും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ 10% എന്തിനുണ്ട്? ഡെപ്റ്റ് കളക്ട് ചെയ്യുമ്പോൾ. അതേപോലെ പ്രിഫറൻസിന് ഒരു 12% ഉണ്ട്. ഇക്വിറ്റിക്ക് കുറച്ചും കൂടി കൂടുതൽ എക്സ്പെക്ട് ചെയ്യും അല്ലെ?
ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ദേ ആർ എക്സ്പെക്ടിങ്, അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി റിസ്ക് എടുക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കുറച്ചും കൂടി റിസ്ക് എടുക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാളൊക്കെ റിട്ടേൺ ആര് എക്സ്പെക്ട് ചെയ്യും? ഇക്വിറ്റി ഷെയർ ഹോൾഡർ എക്സ്പെക്ട് ചെയ്യൂലേ? മനസ്സിലായോ? സോ അതായത് നിങ്ങൾ ഇപ്പൊ നോർമലി ഒരു ലോൺ വാങ്ങിക്കുന്ന പോലെ ആയിരിക്കില്ല. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ അവര് ഇപ്പൊ ഈവൻ വൈൻഡിങ് അപ്പിന്റെ സമയത്താണെങ്കിലും ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടൊക്കെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ ഫുൾ റിസ്ക് ആരാ എടുക്കുന്നുണ്ട്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പൊ ഒരുപാട് റിസ്ക് എടുക്കുന്ന ഒരാൾ കൂടുതൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യും. അപ്പൊ നമ്മൾ അവരുടെ എക്സ്പെക്ടേഷൻ ലെവൽ നോക്കും. അപ്പൊ നമ്മൾ ബെറ്റർ ഏതായിരിക്കും? സോ എന്തായാലും ഇക്വിറ്റി ഏറ്റവും ഹയസ്റ്റിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പക്ഷെ ഡെപ്റ്റ് ഒക്കെ കുറവായിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ഓൺ ആൻ ആവറേജ് ബേസിസ് എത്രയാണ് കോസ്റ്റ് എന്ന് കാണും. അപ്പൊ നോക്കുക, ആര് പറഞ്ഞു ഈ 1 ലക്ഷം രൂപ നിങ്ങൾ ഡെപ്റ്റ് ആയിട്ട് എടുക്കണം. ആ 1 ലക്ഷത്തിന് നിങ്ങൾക്ക് ഒരു 10% ചെലവ് വരും. അതേപോലെ ബാക്കിയുള്ള പ്രിഫറൻസ് ആയിക്കോട്ടെ, പിന്നെ ഇക്വിറ്റി ആയിക്കോട്ടെ, അവിടെ നിന്നൊക്കെ നിങ്ങൾ 1 lakh 2 lakh എന്നൊക്കെ പറഞ്ഞിട്ട് റേസ് ചെയ്യാം. അവിടെയും നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്? കോസ്റ്റ് വരുന്നുണ്ട്. സോ നിങ്ങൾ ടോട്ടൽ ആയിട്ട് ഒരു 5 ലക്ഷം റേസ് ചെയ്തു. പല മൂഡ്സിൽ നിന്നും എന്ത് ചെയ്യണം? ടോട്ടൽ 5 lakhs റേസ് ചെയ്തു. പക്ഷെ ഓരോന്നിനും നിങ്ങൾക്ക് വരുന്ന ചെലവ് എന്തായിരിക്കാം? വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പൊ ടോട്ടൽ ആയിട്ടുള്ള ചെലവ് ഡിവൈഡ് ബൈ ടോട്ടൽ ആയിട്ടുള്ള എമൗണ്ട് എത്രയാന്ന് നോക്കിയിട്ട് നിങ്ങൾ ഓൺ ആൻ ആവറേജ് എത്രയാണ് നമ്മളുടെ കോസ്റ്റ് എന്ന് കാണും. മനസ്സിലായോ? സോ ഓൺ ആൻ ആവറേജ് ഒരു കമ്പനിയുടെ ടോട്ടൽ ഇക്വിറ്റി, പ്രിഫറൻസ്, അതേപോലെ ഡെപ്റ്റ് എല്ലാം കൂടി നോക്കിയിട്ട് ടോട്ടൽ എത്രയുണ്ട് നോക്കും. ആ ടോട്ടൽ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഉണ്ടല്ലോ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ 1 lakh 1 lakh 1 lakh 1 lakh എന്ന രീതിയിലായിക്കോട്ടെ, ടോട്ടൽ 5 lakh ഉണ്ട്. ആ 5 lakh നിങ്ങൾക്ക് എത്ര ടോട്ടൽ ചെലവ് വരുന്നു നോക്കിയിട്ട് യെസ്, ഇപ്പൊ കമ്പനിക്ക് ഉള്ള 5 ലക്ഷത്തിന് കമ്പനിക്ക് ഒരു 50,000 ചെലവുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ഓരോ രൂപയ്ക്കും ഇത്ര ചെലവ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഫൈൻഡ് ഔട്ട് വെയ്റ്റഡ് ആവറേജ് ഓഫ് ഓൾ ദിസ്. മനസ്സിലായോ? വെയ്റ്റഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഇത് പഠിച്ചിട്ടുണ്ടാവും. സിഗ്മ എക്സ് ബൈ എൻ കേട്ടിട്ടില്ലേ? സാധാരണ സിഗ്മ എക്സ് ബൈ എൻ എന്ന് പറയുന്നത് എന്താ? ജസ്റ്റ് നമ്മളെല്ലാം കൂടി ആഡ് ചെയ്ത് ഡിവൈഡ് ചെയ്യാം. എഫ് ഉള്ള ഫ്രീക്വൻസി ഉള്ള കേസിൽ സിഗ്മ എഫ് എക്സ് ബൈ എൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. എഫ് ഇൻറ്റു എക്സ് എടുത്തിട്ട് ഫ്രീക്വൻസി ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ലേ? ആ രീതിക്ക് നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? സോ ഇപ്പോ സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞിട്ട് ചെയ്യാറില്ലേ? അതിൽ എഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ ഫ്രീക്വൻസി ആണ്. ഇവിടെ നമ്മൾ എഫിന് പകരം എന്താ എടുക്കാം? വെയിറ്റ് എടുത്താൽ മതി. മനസ്സിലായോ? സോ ഇപ്പൊ ഡെപ്റ്റ് 1 lakh ഉള്ളൂ. ഓക്കെ, ഡെപ്റ്റ് 1 lakh ഉണ്ട്. വേറൊരു ഐറ്റം 2 lakh ഉണ്ട്. സോ അതിന്റെ വെയിറ്റേജ് അനുസരിച്ച് നമുക്ക് എടുത്താൽ മതി. ക്ലിയർ അല്ലേ? അപ്പൊ അതൊക്കെ ഞാൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തുതരാം. സോ അങ്ങനെ നമ്മൾ ഓരോന്നിന്റെയും ആവറേജ് കണ്ടുപിടിച്ച് എന്താ കണ്ടുപിടിക്കുകയാണ്? വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ? സോ പല മോഡ്സ് ഓഫ് ഫണ്ടിൽ നിന്നും നമ്മൾ കോസ്റ്റ് എത്രയാണ് ഓരോന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ ഒക്കെ വെയിറ്റഡ് ആവറേജ് കണ്ടുപിടിച്ചിട്ട് യെസ്, സോ ടോട്ടലി കമ്പനി ഇതിലുള്ള ഒരു 5 ലക്ഷത്തിന് ഇത്ര ചെലവുണ്ട് എന്ന് മനസ്സിലാക്കും. ക്ലിയർ ആണോ? ടോട്ടലി ഒരു 5 ലക്ഷം റേസ് ചെയ്യണം. 5 ലക്ഷത്തിന് കമ്പനിക്ക് ടോട്ടൽ ഒരു 10% അല്ലെങ്കിൽ 12% എന്ത് വരുന്നുണ്ട്? ചെലവ് വരുന്നുണ്ട്. അപ്പൊ കമ്പനി ഓരോന്നിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യും? ടോട്ടൽ ആയിട്ട് കമ്പനി ഇപ്പോ ഓൾറെഡി ഈ പറഞ്ഞ കമ്പനിക്ക് 5 ലക്ഷം എന്തുണ്ട്? ഇക്വിറ്റിയും പ്രിഫറൻസും റിസർവ് എല്ലാം കൂടി നോക്കുമ്പോൾ എത്രയുണ്ട്? 5 lakhs ടോട്ടൽ ഉണ്ട്. ഓക്കെ, സോ ആ 5 lakhന് കമ്പനിക്ക് എന്തായാലും 1 ഇയറിൽ വെറുതെ ക്യാഷ് ആയിട്ട് വെച്ചാൽ പോലും ഒരു ചെലവുണ്ടല്ലോ. ക്യാഷ് ആയിട്ട് ആ 5 lakh അങ്ങനെ തന്നെ വെച്ചാലും എന്തുണ്ടാവും? ചെലവുണ്ടാവും. അപ്പൊ കമ്പനി ഇതിലുള്ള ഓരോ രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? ഈ വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിനെക്കാളും കൂടുതൽ നമുക്ക് എന്ത് കിട്ടണം? റിട്ടേൺ കിട്ടണ്ടേ? മനസ്സിലായോ? നമ്മളിപ്പോ ഒരു ലക്ഷം രൂപ ഒരാളടുത്ത് കളക്ട് ചെയ്യുമ്പോൾ അയാൾക്ക് 10% കൊടുക്കണമെങ്കിൽ നമുക്ക് ആ 10% കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 11% റിട്ടേൺ എത്തുന്ന ഒരു സ്ഥലത്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? സോ ആ ഒരു പോയിന്റ്, ആ ഒരു കണക്ഷൻസ് ഒക്കെ വരും ചാപ്റ്റർ നമ്പർ 4ഉം ചാപ്റ്റർ നമ്പർ 7 ഒക്കെ. മനസ്സിലായോ? ചാപ്റ്റർ നമ്പർ 4 ഏതാ പറഞ്ഞേ? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും എന്തും കണക്ട് ആവും? ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനും തമ്മിൽ കണക്ട് ആവും. ക്ലിയർ അല്ലേ? ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിനെ പറ്റി ഞാൻ പറഞ്ഞ എന്താ? നമ്മൾ ഇത് ഡിബെഞ്ചർ ഇത്ര വേണം, ഓക്കെ, ഇത് ഇത്ര വേണം, പ്രിഫറൻസ് ഇത്ര വേണം, ഇക്വിറ്റി ഇത്ര വേണം. സോ നമ്മളത് സെലക്ട് ചെയ്യുമ്പോൾ വി വിൽ സെലക്ട് ഇൻ സച്ച് എ വേ ദാറ്റ് നമ്മുടെ കോസ്റ്റ് എന്തായിരിക്കണം? ഏറ്റവും ലോവസ്റ്റ് ആവണം എന്ന രീതിയിലല്ലേ സെലക്ട് ചെയ്യുക. ക്ലിയർ ആണോ? സോ കോസ്റ്റ് ഏറ്റവും മിനിമം ആവണം എന്ന രീതിയിലായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുക. സോ അതായിരിക്കും ചാപ്റ്റർ നമ്പർ 5 ഡീൽ ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ചാപ്റ്റർ നമ്പർ 4, 5 ക്ലിയർ. റേഷ്യോ പറഞ്ഞാൽ മനസ്സിലായില്ലേ? റേഷ്യോ എന്ന് പറഞ്ഞാൽ പല തലത്തിൽ നമ്മൾ ഓരോ ഐറ്റംസ് തമ്മിൽ കണക്ട് ചെയ്തിട്ട് തരും, നമ്മൾ ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കുക. അതാണ് ഇത്. സോ ചാപ്റ്റർ 3, 4, 5 ഓവർ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ്. നിങ്ങൾ NPV എന്ന് കേട്ടിട്ടുണ്ടോ? നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലേ? അപ്പൊ
നമ്മൾ ഫൗണ്ടേഷൻ ലെവലിലൊക്കെ ഉള്ളതാണ് കാര്യം. സോ അതെന്തായാലും പറഞ്ഞുതരും. സോ എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്നുള്ളത് പറഞ്ഞുതരാം. സോ ഇന്ന് തന്നെ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളിലേക്കൊക്കെ പോവാം. ഓക്കെ. സോ എൻ പി വി എന്നുള്ള ടേം ഒക്കെ പഠിക്കും. സോ എൻ പി വി പോസിറ്റീവ് ആണെങ്കിൽ എന്താ പറയാ, എൻ പി വി പോസിറ്റീവ്, നെറ്റ് പ്രസന്റ് വാല്യൂ ഇസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂയുടെ മീനിങ് എന്താണ് പഠിച്ചത്? പ്രസന്റ് വാല്യൂ ഓഫ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ദ ഇൻഫ്ലോസ് മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ. അതായത് നമുക്ക് ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ചെലവുകളുടെയും പ്രസന്റ് വാല്യൂ എടുക്കും. അതേപോലെ ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ ഇൻഫ്ലോസിന്റെയും പ്രസന്റ് വാല്യൂ എടുക്കും. എന്നിട്ട് വേണം കമ്പയർ ചെയ്യാൻ. മനസ്സിലായോ? സോ ഇത് ഞാൻ ഇന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്തുതരാം. ഓക്കെ. അപ്പൊ ഇങ്ങനെ നെറ്റ് പ്രസന്റ് വാല്യൂ ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഏത് ചെയ്യുക, ചാപ്റ്റർ നമ്പർ 7 ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് ചെയ്യുക. ഓക്കെ. പിന്നെ ചാപ്റ്റർ നമ്പർ 8 എന്താ പറയുക, ഡിവിഡൻഡ് ഡിസിഷൻസ്. സോ നമ്മൾ പ്രോഫിറ്റ് ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഡിസിഷൻസ് ആണ് വരുന്നത്. സോ അത് ചെറിയ 3 കണ്ടന്റ്സ് മാത്രമേ ഉള്ളൂ. അത് മോസ്റ്റ്ലി ലാസ്റ്റ് ആയിരിക്കും എടുക്കുക. ഏറ്റവും ഈസിയസ്റ്റ് ചാപ്റ്റർ ആണ്. പിന്നെ ഉള്ളത് ചാപ്റ്റർ നമ്പർ 9 വർക്കിംഗ് ക്യാപിറ്റൽ. വർക്കിംഗ് ക്യാപിറ്റൽ കറന്റ് അസറ്റ്സ്, കറന്റ് ലയബിലിറ്റീസ്. കറന്റ് അസറ്റ്സ് ലൈക്ക് ഇൻവെന്ററി, പിന്നെ ക്യാഷ്. നിങ്ങള് ബഡ്ജറ്റ് പഠിച്ചോ? കോസ്റ്റിംഗ് ബഡ്ജറ്റ് എല്ലാവരും പഠിച്ചോ? എനിക്കതാരും ഇല്ല, പുതിയ നിങ്ങൾ പഠിച്ചിട്ട് പഠിപ്പിച്ചു. സോ ക്യാഷ് ബഡ്ജറ്റ് പഠിപ്പിച്ചോ? ഇല്ല. സോ ക്യാഷ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോസ് ഉണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ക്യാഷ് ഇൻഫ്ലോസ് എത്രയുണ്ട്, ഓരോ മന്ത് ബൈ മന്തിൽ നമുക്ക് ഇത്ര ഇൻഫ്ലോസ് വരാൻ ചാൻസ് ഉണ്ട്, ഇത്ര ഔട്ട്ഫ്ലോസ് വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ടോപ്പിക് ഒക്കെ വരുന്നുണ്ട്. സോ ക്യാഷ് ഫ്ലോ, ക്യാഷ് ബഡ്ജറ്റ് എന്നൊക്കെ പറയാം. ബഡ്ജറ്റ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പോട്ടെ. സോ ആ ഒരു ടോപ്പിക് അവിടെ വരും. നിങ്ങളിപ്പോ ഇഒക്യു പഠിച്ചു, അതുണ്ട് ഇൻവെന്ററീസിൽ. പിന്നെ ഡെപ്റ്റേഴ്സിന്റെ മാനേജ്മെന്റും പേയബിൾസിന്റെ മാനേജ്മെന്റും ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ന്യൂ ടോപ്പിക് ആണ്. ഇതാണ് ചാപ്റ്റർ നമ്പർ 9 വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ പണ്ടത്തെ സിലബസും ഇപ്പോഴത്തെ സിലബസും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ചാപ്റ്റർ ഒഴിവായിട്ടുണ്ട്. സോ പണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു, നല്ല റിസ്ക് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഈസിയസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. സോ അത് വെറുതെ ഒഴിവാക്കി. ഒരു നമുക്ക് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആയിരുന്നു, അത് ഒഴിവാക്കി. പിന്നെ എല്ലാ ചാപ്റ്ററിലും അഡീഷണൽ ആയിട്ട് ഒരു 1-2 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ആഡ് ആക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അതായത് മുമ്പാണെങ്കിലും നമ്മൾ പ്രീവിയസ് ഇയർ RTPയിലൊക്കെ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതുമെല്ലാം ഇവര് ടെക്സ്റ്റ് ബുക്കിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാണ്ട് കൺസെപ്റ്റിലൊന്നും മാറ്റങ്ങളൊന്നുമില്ല, പണ്ടത്തെ അതേ കാര്യങ്ങൾ തന്നെയാണ് സംഭവങ്ങളൊക്കെ. പക്ഷെ ജസ്റ്റ് ഒരു 2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, 1 or 2 ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ചാപ്റ്റർ ഒഴിവാക്കിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ MCQ കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ജസ്റ്റ് അത്ര വിത്തുള്ള തവളാച്ചിയാക്കിയാലും ചിലപ്പോൾ മാർക്ക് കിട്ടും അല്ലെ. 30 മാർക്ക് വെറുതെ എന്താണ് ഇതില്ല, നെഗറ്റീവ് ഒന്നുമില്ല. സോ നെഗറ്റീവ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരുന്നവരെ ഒരു ഉറപ്പിക്കലും പറയാൻ പറ്റില്ല, ഞാൻ തോക്കുന്നു ഉറപ്പിക്കാനേ പറ്റില്ല. നിങ്ങൾ 30 കുത്തിയാൽ ചിലപ്പോൾ പാസ്സാവാനുള്ള സാധ്യതയുണ്ട്. സോ ഇനി അങ്ങോട്ടേക്ക് നിങ്ങളുടെ ഭാഗ്യമാണ്. നോക്കാം, നമ്മൾ ചിലപ്പോ എന്താ പറയാ, ആർട്ടിക്കിൾസിന് കിട്ടണ്ടേ ഇവർക്ക് അല്ലെ. ശരിക്കും ബോത്ത് ഗ്രൂപ്പ് പാസ്സായാലല്ലേ ഇനി ആർട്ടിക്കിൾസിന് കയറാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങളെ പാസ്സാക്കിയേ പറ്റുള്ളൂ. സെക്കൻഡ് ഗ്രൂപ്പ് കൂടി പാസ്സാക്കിയാൽ മാത്രമേ ഇവർക്ക് ആർട്ടിക്കിൾസിന് കിട്ടുള്ളൂ. എല്ലാരെയും കൂടി പെടുത്തി കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. സോ ഡയറക്റ്റ് എൻട്രി ഇല്ല, ഡയറക്റ്റ് എൻട്രിയും ഇല്ല. ഫസ്റ്റ് ഗ്രൂപ്പ് മാത്രം പാസ്സായാൽ കയറാനും പറ്റൂല. അല്ലെങ്കിൽ എന്തായാലും സെക്കൻഡ് ഗ്രൂപ്പ് കുറച്ചും കൂടി ഒരു നിങ്ങൾക്ക് ഓക്കെ ആവും, പ്രശ്നം ഉണ്ടാവില്ല. സോ അടുത്ത കുറച്ച് കാലത്തേക്ക് ഇവർ എന്ത് കൊണ്ടുവരില്ല, നെഗറ്റീവ് മാർക്ക് കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. നിങ്ങൾ എല്ലാവരും പാസ്സാവുന്നു, ഒരു പാസിംഗ് റേറ്റ് നല്ലപോലെ കൂടുന്ന സമയത്ത് മാത്രമേ ഇവരും എല്ലാം നെഗറ്റീവ് കൊണ്ടുവരുള്ളൂ. സോ അതിന് മുമ്പേ പാസ്സായി പോവാം. ഓക്കെ, സ്ഥിര താമസമാക്കണ്ട അല്ലെ, 6 മാസം കൂടുമ്പോ വീണ്ടും വരണ്ട. അതാണ്. അപ്പോ ഒരു ഓവർവ്യൂ കിട്ടിയില്ലേ സബ്ജക്ട് ചാപ്റ്ററിന്റെ. പിന്നെ സബ്ജക്റ്റിന് ഫസ്റ്റ് ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററും. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് കംപ്ലീറ്റ്ലി ഇൻട്രൊഡക്ഷൻ, എന്താണ് എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ചാപ്റ്ററിൽ കുറെ തിയറി ആയിട്ട് കുറെ കാര്യങ്ങൾ, ഇപ്പൊ ഈവൻ പ്രിഫറൻസ് ഷെയർ എന്താണ്, ഇക്വിറ്റി ഷെയർ എന്താണ്, സോ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ എന്താന്നൊക്കെ പറയുന്ന ചാപ്റ്ററാണ് ചാപ്റ്റർ നമ്പർ 2. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള ക്ലിയർ അല്ലേ. സോ കുറച്ച് ഇതൊന്ന് നോട്ട് ചെയ്തിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം. നോട്ട് ചെയ്തിട്ട് ബ്രേക്ക് എടുക്കാം. എഴുതിക്കോളാം.
മനസ്സിലായല്ലേ? ലയബിലിറ്റീസ്, അസറ്റ്സ്, equity share capital, preference share capital, reserves and surplus, long-term borrowing, current liabilities. Okay. For the fixed asset, investment and current assets. So investment, fixed asset കൂട്ടിയിട്ട് investment decisions. For the financing decisions, 4, 5, 6 chapter. For the 7, current asset and current liabilities, working capital decision. Okay. Decisions relating to profit, whether to distribute or not. Distribute or retain, dividend decision. So, ഒരു question, here you go. Current ratio is current ratio equal to 2.5. Current ratio equal to 2.5. Net working capital equal to net working capital. Full ആയിട്ട് എഴുതട്ടോ. Net working capital equal to 50,000. Okay. Debtors equal to 20,000. Stock equal to 15,000. Cash. How much? Okay, so current ratio is 2.5. Net working capital is 50,000. Debtors 20,000. Stock 15,000. Cash how much? Okay. Clear അല്ലേ? Just മനസ്സിലായോ? Current asset കണ്ടുപിടിക്കാലോ. എന്നിട്ട് ബാക്കി ചെയ്യാം. ഓൺലൈൻ സ്റ്റുഡൻസ് ചെയ്താ ക്ലിയർ അല്ലേടാ? കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എത്ര ഇടുന്നത്? കറന്റ് ലയബിലിറ്റീസ് 33,333.33 ആണോ?
ഏകദേശം ഓക്കെ. പിന്നെ കറണ്ട് അസറ്റ്സോ അങ്ങനെയാണെങ്കിൽ ഓക്കെ 8333.33. ഓക്കെ, സോ ബാക്കി മൈനസ് ചെയ്താൽ 48,333. ഓക്കെ അല്ലേ? സോ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. കം ബാക്ക് അറ്റ് 11:10. സോ ലേറ്റ് ആക്കണ്ട കേട്ടോ. സോ ഫസ്റ്റ് ടൈം മുതൽ തന്നെ നമുക്ക് ഫൈൻ ഉണ്ട്. ഫൈൻ ഉണ്ട്. ഓരോ 5 മിനിറ്റിലും 10 രൂപ വെച്ചിട്ട് ഫൈൻ തരാം. ഇല്ല എനിക്ക് ഫൈൻ ഇല്ല.